നമ്മൾ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. കാരണം എപ്പോഴും ഇറ്റാലിയനിലാണ് മാർപ്പാപ്പമാർ സംസാരിക്കാറുള്ളത്. ഇത്തവണയും ആ കീഴ്വഴക്കമനുസരിച്ചാണ് ലിയോ 14 മാർപ്പാപ്പ സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 50 വർഷം മുമ്പ് വരെ നൂറ്റാണ്ടുകളോളം ഇറ്റാലിയൻ മാർപ്പാപ്പമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റാലിയിൽ സംസാരിക്കുന്നു. ഒരുപക്ഷെ ലോക ഭാഷ കുറച്ചുകൂടിയും ഇംഗ്ലീഷാണ്. ഇറ്റാലിയൻ മാർപ്പാപ്പമാർ മാറി. പോളണ്ടിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, അർജന്റീനയിൽ നിന്ന് മാർപ്പാപ്പ വന്നു. ഇപ്പോൾ ഇതാ അമേരിക്കയിൽ നിന്ന് മാർപ്പാപ്പ വരുമ്പോൾ ഒരുപക്ഷെ പലരും പ്രതീക്ഷിച്ച് കാണും ഇംഗ്ലീഷിൽ ഒരു സന്ദേശം നൽകുമെന്ന്. മാർപ്പാപ്പ ഇപ്പോൾ സംസാരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു. Oremus pro ecclesia sancta Dei. Que Deus Todo-Poderoso sustente വ്യത്യസ്തങ്ങളായ ഭാഷകളിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണിത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സംസ്കാരങ്ങളിൽ നിന്ന്, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരിൽ നിന്ന് വത്തിക്കാൻ്റെ കൂദാശ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഡിക്കാസ്ട്രി തിരഞ്ഞെടുത്തിരിക്കുന്ന പലരും വന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും വിശ്വാസി സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ആവശ്യങ്ങൾ ഉദ്ധരിച്ചും കൊണ്ട് ദ യൂണിവേഴ്സൽ പ്രയർ എന്നറിയപ്പെടുന്ന ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടിയാണ് വ്യക്തികളെ വത്തിക്കാൻ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് എന്നും വത്തിക്കാൻ പുലർത്തിയിരുന്ന വൈവിധ്യങ്ങളോടുള്ള ഒരു ആഭിമുഖ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വത്തിക്കാൻ ചത്തുരത്തിൻ്റെ അതിമനോഹരമായ ആകാശ ദൃശ്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയും അതിൻ്റെ പ്രതിവചനങ്ങളുമാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളും പുരുഷന്മാരുമായി അൽമായ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയോടൊപ്പം കർദിനാളന്മാരുടെയും വിശ്വാസി സമൂഹത്തിൻ്റെയും ലോക നേതാക്കന്മാരുടെയും മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ദൃശ്യങ്ങൾക്കാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇവർ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണ് ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവപിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നത് എന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അല്ലെ, ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ കാണുന്ന ഒരു പ്രത്യേകത മറ്റു നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൂടുതലായിട്ട് കറുത്ത വംശജരായിട്ടുള്ള ആൾക്കാർ, ഏഷ്യൻ വംശജര്, അവരൊക്കെ പ്രാർത്ഥനയിലും ഈ ശുശ്രൂഷകളിലും പങ്കാളിയാവുന്നു എന്നുള്ളത്. ഒരു കർദിനാള് കറുത്ത വംശജനായ കർദിനാളാണ് വന്ന് വൈദിക കർദിനാളായിട്ട് വന്ന കർദിനാള്. ഒരുപക്ഷെ ഒരു ബ്ലാക്ക് പോപ്പ്, ആഫ്രിക്കയിൽ നിന്നൊരു കറുത്ത വംശജനായ പോപ്പ് വരുമെന്ന് ഒരുപാട് കാലമായിട്ട് പറയുന്നു. അതിലേക്ക് കത്തോലിക്ക സഭ ഇനിയും എത്തിയിട്ടില്ല. ഇത്തവണ ഏഷ്യൻ പോപ്പ് ആയിട്ട് പീറ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൂയി ആന്റോണിയോ താകളെ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം. പക്ഷെ എന്തായാലും ഇപ്പോഴും ഒരു യൂറോ സെൻട്രിക് സഭ എന്നുള്ളതിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ മാറ്റം വരുത്തി. 72 രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാളന്മാർ ഇപ്പോഴുണ്ട്. യൂണിവേഴ്സൽ പ്രയർ, വിശ്വാസികളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക്, കാറോസൂസ പ്രാർത്ഥനകൾക്ക് ശേഷമുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ ആശീർവാദ പ്രാർത്ഥനയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വത്തിക്കാൻ ചത്തുരത്തിൻ്റെ എല്ലാ മനോഹാരിതയും ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാനായി സാധിക്കും. നീലാകാശത്ത് തെളിഞ്ഞ വെള്ളമേഘങ്ങൾക്കിടയിൽ ഒരു വെള്ളരിപ്രാവ് പോലെ വിശ്വാസി സമൂഹത്തെ മുഴുവൻ നയിക്കാൻ കർദിനാളന്മാരുടെ കോൺക്ലേവ് തിരഞ്ഞെടുത്ത ഈ കാലഘട്ടത്തിൻ്റെ അപ്പസ്തോലനായ പാവങ്ങളുടെ പിതാവ് എന്ന് ലോകം വാഴ്ത്താൻ പോകുന്ന ലൂയി, നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഇനാഗുറൽ വിശുദ്ധ കുർബാനയുടെ ഭാഗമായുള്ള കാഴ്ച സമർപ്പണമാണ് വിശ്വാസ പ്രഘോഷണത്തിനും വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്കും ശേഷം ഇപ്പോൾ സംവഹിക്കപ്പെടുന്നത്. വ്യത്യസ്തങ്ങളായ കാഴ്ച വസ്തുക്കൾ കാർമ്മികന്റെ കരങ്ങളിലേക്ക് അർപ്പിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. ജെയിംസ് സാർ സൂചിപ്പിച്ച ഒരു കാര്യം, പലയിടങ്ങളിൽ നിന്നുമായി മാർപ്പാപ്പമാർ അധികമായി തിരഞ്ഞെടുക്കപ്പെടുന്നില്ലല്ലോ, പല പ്രതീക്ഷകളുണ്ടായിരുന്നു എന്ന് പങ്കുവച്ചല്ലോ. അഭ്യൂഹങ്ങൾ അനവധിയാണ്, അതുപോലെ തന്നെ കൗതുകങ്ങളും ധാരാളമുണ്ട്. ദൈവമെന്നും വിസ്മയിപ്പിക്കുന്നവനാണ്. കത്തോലിക്ക തിരുസഭയെയും ലോകത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനും നയിക്കാനും
ധീരരായ ശിമയോൻ പത്രോസിന്റെ പിൻഗാമികളെ ദൈവമാണ് കർദിനാളന്മാരുടെ കോൺക്ലേവിലെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയും യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന് എന്നുള്ള യാതൊരു വേർതിരിവുകളും ഇതിനില്ല കേട്ടോ. കറുത്ത വംശജനെന്നോ വെളുത്ത വംശജനെന്നോയുള്ള യാതൊരു റേസിസത്തിൻ്റെയും കാര്യമില്ല. ഈ കാര്യങ്ങളിലെല്ലാം കത്തോലിക്കാ സഭ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എല്ലാവരെയും ഒരുപോലെ ചേർത്തണയ്ക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വികാരിയായ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ദൈവം കൊടുത്ത, പരിശുദ്ധാത്മാവ് കൊടുത്ത ഉത്തരമാണ് ലയോ 14 മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള വേർതിരിവുകൾക്കും സ്ഥാനമില്ല എന്ന് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് കർദിനാൾ തിരുസംഘത്തിൻ്റെ വോട്ടെടുപ്പിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ ഉത്തരമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന സുസ്മേരവദനായ, പാവങ്ങളുടെ പാപ്പ എന്നറിയപ്പെടാൻ പോകുന്ന, മനോഹരമായി ലോകത്തെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ലയോ 14 മാർപ്പാപ്പയുടെ മുഖഭാവം സ്ഥൈര്യം സ്ഫുരിക്കുന്ന മുഖഭാവമാണ്. വിശ്വാസത്തിൻ്റെ ദൃഢനിശ്ചയമുള്ള മുഖഭാവമാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങളിലേക്കാണ് കാഴ്ച വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ടത്. ഈ കാഴ്ച വസ്തുക്കൾ ഇപ്പോൾ അൾത്താരയിൽ കാർമികൻ അർപ്പിക്കുന്നതോടുകൂടെയാണ് വിശുദ്ധ കുർബാനയുടെ തുടർഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് എന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കാഴ്ച സമർപ്പണത്തിൻ്റെ ഗാനമാണ് പശ്ചാത്തല സംഗീതമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തട്ടെ.